ശ്രീമതി ബബില, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇത്തരത്തിൽ കൊടിയ പീഡനം മർദ്ദനം ഏറ്റത്. അത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ആ പെൺകുട്ടി അനുഭവിക്കുന്നത് അതിലും വലിയ പീഡനമാണ് എന്ന് പറയേണ്ടി വരും. പരാതിപ്പെടുത്തുന്നവരെയൊക്കെ ഒറ്റപ്പെടുത്തുന്ന സമീപനം. എന്തുകൊണ്ടായിരിക്കാം ബേലിൻദാസിന് ഇത്ര പിന്തുണ? അതെനിക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്തുകൊണ്ടാണ് ഒരു അഡ്വക്കേറ്റിന് പിന്തുണ മറ്റൊരു അഡ്വക്കേറ്റിന് പിന്തുണ ഇല്ലാത്തത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന പോലെ അങ്ങനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ അത് തെറ്റാണ്. കാരണം അവര് അനുഭവിച്ചിട്ടുള്ളത് നമുക്ക് ഫോട്ടോയിലൂടെയും നമുക്ക് ഈ പറയുന്ന പോലെ പിക്ചറിലൂടെയും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ആ കുട്ടി എന്താണ് അനുഭവിച്ചത്. അങ്ങനെ എന്താ പറയാ, സ്വന്തമായിട്ട് എന്തായാലും അടിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പാടല്ല എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ട് ബബില, തുടർന്നോളൂ. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഈ അറസ്റ്റ് ഉണ്ടാവാതിരിക്കുക, ഇതുപോലെ ശബ്ദ സന്ദേശങ്ങളിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ, ഇത് ഉണ്ടാക്കുന്നത് കാലങ്ങളായിട്ട് നിന്നിട്ടുള്ള ഒരു ആചാരങ്ങളൊക്കെ അങ്ങനെയാണല്ലോ വരിക. അങ്ങനെയുള്ള സീനിയർ ജൂനിയർഷിപ്പ് എന്ന് പറയുന്ന ഒരു ആചാരത്തിന്റെ പുറത്താണ് വരുന്നതെന്ന് തോന്നുന്നു. എനിക്ക് പറയാനുള്ളത്, അഡ്വക്കേറ്റ് ആക്ട് പ്രകാരം എല്ലാവരും വന്നിട്ട് എൻറോൾ ചെയ്തതിന് ശേഷം അവരെ അഡ്വക്കേറ്റ്സ് എന്നാണ് വിളിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ കീഴിൽ ഉള്ള നിയമപ്രകാരം, റൂൾസ് പ്രകാരമൊക്കെ നമുക്ക് സീനിയർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവണം, എത്ര കൊല്ലത്തെ പരിചയം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് എക്സാമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട് സീനിയർ അഡ്വക്കേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെയാണ് സീനിയേഴ്സ് എന്നും പറഞ്ഞിട്ട് ഇതാക്കേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഇതേപോലെയുള്ള ഒരു എന്താ പറയാ എക്സ്പ്രഷൻസ് ഉണ്ടാവും തോന്നുന്നില്ല കേട്ടോ. കാരണം ഇതുവരെ അങ്ങനെ കേട്ടതായിട്ടുള്ള ഒരു ഇതില്ല. ഇത് ആദ്യമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ പിന്തുണ എന്തുകൊണ്ടില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഞാൻ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പം എന്റെ ഒരു അറിവില് ഇതിലൊരു ഫോളോ അപ്പ് മാത്രമാണ്, അറസ്റ്റ് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് കംപ്ലൈന്റിന്റെ പുറകിലുള്ള ഫോളോ അപ്പ് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയലായിട്ടില്ല. മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് അവർക്ക് പോകാവുന്നതേ ഉള്ളൂ. അവർക്ക് ഈ പറയുന്ന പോലെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നേരിട്ട് പോയിട്ട് മൊഴി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ അവര് നടത്തിയിട്ടില്ല എന്നാണ് എന്റെ ഒരു അറിവ് പ്രകാരം എപ്പോഴും മനസ്സിലാക്കുന്നത്. ഹലോ, പൊതുവായി നമ്മൾ പരിശോധിക്കുമ്പോൾ സാധാരണക്കാർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർക്ക് നിയമപരമായുള്ള സഹായവും പിന്തുണയുമായി ഒപ്പം നിൽക്കേണ്ട അഭിഭാഷകർ തന്നെയാണ് സമൂഹത്തിന് ഈ തെറ്റായ സന്ദേശം നൽകുന്നത്, അല്ലേ? അഭിഭാഷകർ അങ്ങനെ ഒരു തെറ്റായ സന്ദേശം നൽകുന്നുണ്ട് എന്നുള്ള ഒരു പ്രവണത എനിക്കില്ല. കാരണം അഭിഭാഷകരാവണമെന്നില്ല. ഇന്ത്യൻ സിറ്റിസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഏതൊരു അധികാരം തന്നെ ഈ പറയുന്ന കേസിലും എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഈ കേസിലുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന് കംപ്ലൈന്റ് കിട്ടിയതിന് അനുസരിച്ചിട്ടേ പോലീസിന് കംപ്ലൈന്റ് ഫ്രെയിം ചെയ്ത അനുസരിച്ചിട്ടും ഡ്രാഫ്റ്റ് ചെയ്ത അനുസരിച്ചിട്ടേ പോലീസിന് അതിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്ന അറസ്റ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളടത്ത് അവർക്ക് നീതി കിട്ടണമെങ്കിൽ അവർക്ക് പിന്നെയും ഈ അഡ്വക്കേറ്റ്സിന് അറിയാം കോടതിയിൽ എങ്ങനെ പോകണം, കോടതിയിൽ എങ്ങനെ മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അത് ഫോളോ അപ്പ് മാത്രം ചെയ്ത് നടന്നിട്ട് ഞാനൊരു അഡ്വക്കേറ്റ് ആണെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. ബബിലയാണ് പ്രതികരിച്ചത്. വളരെ നന്ദി അഡ്വക്കേറ്റ് ബബില. വി അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുണിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ശബ്ദ സന്ദേശം ഒരിക്കൽ കൂടി. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ എനിക്കെതിരെ ശരിക്കും വിക്ടിം ബ്ലെയിമിംഗ് മാത്രമാണ്. ഇന്ന് മീഡിയാസ് എന്നോട് കുത്തി പല ഭാഗത്തു നിന്നും ചോദിച്ചിട്ടും എനിക്ക് അതുവരെയും എനിക്ക് അങ്ങനെ ഒരു ചിന്തയെ തോന്നിയിട്ടില്ല. എന്റെ നെഗറ്റീവ് വരും. ഞാൻ അപ്പോഴും പറയുന്ന അതാ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും, എന്റെ സുഹൃത്തുക്കൾ എന്റെ കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെയല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഈ ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല. അത് ഞാൻ അവരോട് ചെയ്യുന്ന പാവമായിരിക്കും. എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട്. അവരെ നിൽക്കെ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. പക്ഷെ അതിലുപരി ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ
ഒരു ഒരു കാര്യം കേട്ട് 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 എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി. എന്തൊക്കെ സ്റ്റോറി പറയുന്നു, എന്തോ ആയിക്കോട്ടെ, അതും ഞാൻ പറയുക, ഡിഫൻസ് എന്ത് വേണോ എടുക്കും, അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും ഇത്രയും വിക്ടിം ബ്ലെയിമിങ് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട്. അത് ഇപ്പോ എനിക്ക് മനസ്സിലായി, എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി.